വേൾഡിലെ തന്നെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ സ്കോളർഷിപ്പ് സി വിയിൽ അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ട്രീറ്റ്മെന്റ്. ഡെൻമാർക്കിലെ സ്റ്റേ ബാക്ക് വേണോ അതോ ഇവിടുത്തെ സ്റ്റേ ബാക്ക് വേണോ? അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഇത് കണക്കുള്ള സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്യണം എന്നുള്ളവർക്കും വേണ്ടി കണ്ണൻ എന്താണ് പറയാനുള്ളത്? അവരെടുത്ത് ബാങ്ക് ലോണും ഒക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട്, ആഗ്രഹവും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇറാസ്മസ് മുണ്ടസ് ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങളുടെ നാട്ടിലേക്ക് വരിക, നിങ്ങൾക്ക് ഒരു പൈസയും ചിലവാവില്ല. പഠിത്തത്തിനൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിയും ആക്ച്വലി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. നമുക്ക് സ്പൗസ് വിസയിൽ ഇപ്പോൾ ഒരു സ്പൗസ് ഉള്ള ഒരാളാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്യുക. അത് നമ്മുടെ ഇറാസ്മസ് മുണ്ടസ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഒരു വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ സ്കോളർഷിപ്പുകളിൽ ഒന്നാണ്. അതേപോലെ നമ്മളിപ്പോൾ ഒരു PhD ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഇറാസ്മസ് മുണ്ടസ് എന്നുള്ള നമ്മുടെ CV യിൽ അത് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ട്രീറ്റ്മെന്റ്. ഓക്കെ, യു ആർ എൻ ഇറാസ്മസ് മുണ്ടസ് സ്റ്റുഡന്റ് എന്നാണ് അവർ പ്രിഫറൻസ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലോട്ട് വരുന്നവർക്കും സ്റ്റേ ബാക്ക് വരുന്നത് എത്രയാണ്? നിങ്ങൾ 2 വർഷവും യൂറോപ്പിനകത്ത്, അതായത് യൂറോപ്യൻ യൂണിയനിലുള്ളിൽ തന്നെയാണ് പഠിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. സോ നമ്മളെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു.